2006 ഡിസംബർ 18 കോഹ്ലി ഡൽഹിക്ക് വേണ്ടിയിട്ട് രഞ്ജി ട്രോഫി കളിച്ചുകൊണ്ടിരിക്കുന്ന ടൈമാണ്. കുറഞ്ഞ പ്രായമുള്ളൂ, അദ്ദേഹത്തിന് ജസ്റ്റ് 18 വയസ്സേ വന്നപ്പോൾ ഉള്ളൂ. അങ്ങനെ ആ ദിവസം രാത്രി ഒരു കാര്യം സംഭവിച്ചു. പെട്ടെന്നൊരു ഫോൺ കോൾ, ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ മരണപ്പെട്ടിരിക്കുന്നു. അങ്ങനെ കോഹ്ലി പെട്ടെന്ന് എന്താണ് വിഷമത്തോടെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു. ആൻഡ് വേറെ ഏതൊരു സാധാരണക്കാരനാണെങ്കിലും ഒരുപാട് ദിവസം വീട്ടിൽ നിന്ന് വിഷമിച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു ഓർമ്മകളൊക്കെ ആയിട്ട് വീട്ടിൽ തന്നെ ഇങ്ങനെ നിന്ന് വിഷമിച്ച് ഹാർട്ട് ബ്രോക്കൺ ആയിട്ട് നിന്ന് പോയേനെ. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ പേര് വിരാട് കോഹ്ലി എന്നായിപ്പോയില്ലേ. ഇദ്ദേഹം എന്ത് ചെയ്തു? പിറ്റേന്ന് തന്നെ എഴുന്നേറ്റ് ബാറ്റുമായി പിച്ചിലിറങ്ങി. നിങ്ങൾ നോക്കണം, അദ്ദേഹത്തിന് അത്രയും വലിയ നഷ്ടത്തിൻ്റെ ഭാരമാണ് കയ്യിലുണ്ടായിരുന്നത്, അല്ലെങ്കിൽ ചുമലിലുണ്ടായിരുന്നത്. എന്നിട്ട് പോലും അദ്ദേഹം ബാറ്റുമായിട്ട് പിച്ചിലിറങ്ങുകയാണ്. തനിക്ക് വേണ്ടി, തൻ്റെ അച്ഛന് വേണ്ടി, എല്ലാവരുടെയും സ്വപ്നങ്ങൾക്ക് വേണ്ടി ഫോക്കസ് വിടാതെ കഠിനമായ വിഷമത്തിലും കഠിനമായ പ്രതിസന്ധിയിലും ബാറ്റുമായി വിരാട് ഇറങ്ങുകയാണ്. അങ്ങനെയുള്ള ഓരോ സാഹചര്യവും അതിജീവിച്ചാണ് ഇദ്ദേഹം ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പ്ലെയർ ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ക്രിക്കറ്റ് തന്നെ അറിയപ്പെടുന്നത് ഇദ്ദേഹത്തിൻ്റെ പേരിലാവാൻ കാരണം അതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു മാത്സ് ക്ലാസ്സിൽ ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മാത്സും ക്രിക്കറ്റ് പോലെയാണ്. ഉറപ്പായും ഏതൊരു പ്രതിസന്ധിയിലും ഫോക്കസ് വിടാതെ കഠിനമായി കൺസിസ്റ്റൻ്റായി ഏതൊരുത്തൻ വർക്ക് ചെയ്യുന്നോ അവന് മാത്സിലും നിർബന്ധമായിട്ടും ഉറപ്പായിട്ടും വിജയമുണ്ട്. സോ ആ കളിയിൽ ശരിക്ക് അന്ന് കോഹ്ലി 90-ന് മോൾ റൺസ് എടുത്തിരുന്നു. സോ ഏതൊരു വിഷമഘട്ടത്തിലും നിങ്ങൾക്ക് ഫോക്കസ് വിടാതെ വർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്കും സക്സസ്ഫുൾ ആകാൻ പറ്റും, നിങ്ങൾക്കും മാത്സ് പഠിക്കാൻ പറ്റും. സോ നമ്മളുടെ ക്ലാസ്സിലേക്ക് കടക്കുന്നു. കഴിഞ്ഞ ദിവസം ഞാനൊരു പോൾ ഇട്ടപ്പോൾ ഗൈസ് ഏത് ചാപ്റ്ററാണ് കൂടുതൽ ടഫ് എന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞതാണ് എന്ത്, പാരലൽ ലൈൻസ് ആണെന്ന്. എത്ര കുട്ടികളാണ് പറഞ്ഞത് നോക്കൂ. എന്നാൽ പിന്നെ ഞാൻ വിചാരിച്ചു പാരലൽ ലൈൻസ് ഒന്ന് പറയാമെന്ന്. ഒരു പ്രശ്നവുമില്ല, നിങ്ങൾ എനിക്ക് ഒരു കുറഞ്ഞ ടൈം താ. പാരലൽ ലൈൻസ് സിമ്പിളാണ്. വെറും 4 ക്വസ്റ്റ്യൻസിലൂടെ പാരലൽ ലൈൻസ് നിങ്ങൾ ഈസി ആയിട്ട് കംപ്ലീറ്റ്ലി പഠിക്കാൻ പോവുകയാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ ഇതാ. ഇൻ ദ ഫിഗർ APBQCR ഇവർ 3 പേരും എന്താണ്? പാരലൽ ആണ്, സമാന്തരമാണ്. ഇതിൽ AC എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 5 ആണ്. ആരാണ് AC? AC ഇത് എത്രയാണ്? 5 ആണ് എന്ന് നമ്മളോട് പറഞ്ഞു. PR 10 ആണ് സാറേ. PR എന്താണ്? 10 ആണ് എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. AB എത്രയാണ്? 2 ആണ്. ഇനിയിപ്പോൾ ആരാണോ അല്ലേ AB ഡി വില്ലേഴ്സ് ആണോ? അല്ല, AB ഇത് എത്രയാണ്? 2 ആണ്. അങ്ങനെയെങ്കിൽ ABയും BCയും തമ്മിലുള്ള അംശബന്ധം നമുക്ക് കാണണം. ഈ പേരൊക്കെ നിങ്ങൾക്ക് വായിക്കാൻ കിട്ടുന്നുണ്ടോ? ABCPQR. ABയും BCയും തമ്മിലുള്ള അംശബന്ധം സാറേ അത് ഈസിയാ. ഇത് 2 ആണ്, ടോട്ടൽ 5 ആണ് അല്ലേ. സോ ഇത് 2 ആണെങ്കിൽ ഇത് 5. 2:5 സിമ്പിളായിട്ട് നമുക്ക് കിട്ടി. 2:5. ഇനി അടുത്തത് QR കാണണം. എങ്ങനെയാണ് സാറേ QR കാണുന്നത്? ഇത് 2 ആണ്, ഇത് 3 ആണ് അല്ലേ. ഇവിടുന്ന് ഇങ്ങോട്ട് ഇത് എത്രയാണ്? 3 ആണ്. ടോട്ടൽ ആണ് എന്ത്? 5. ഇത് 2, ഇത് 3, ടോട്ടൽ 5. എനിക്ക് കാണേണ്ടത് QR ആണ്. സോ ഇതെങ്ങനെ ഞാൻ കാണും? മക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ ഈ പേരൊന്നും കൂടി എഴുതാം. ഇതാണ്. ഓക്കെ, ഞാൻ മൊത്തം ആക്കട്ടെ. ABCPQR ഓക്കെ ആണല്ലോ. ഓക്കെ സാർ, ഇതെത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 2 ആണ്. ഇത് 3 ആണ്. പിന്നെന്താ പറഞ്ഞത്? AB 2 ആണ്. സോറി, ഏതാണ്? PR 10. ഓക്കെ, ഇവിടുന്ന് ഇവിടം വരെ എത്രയാണ്? 10 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ കാണേണ്ടത്? QR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലെങ്ത്താണ് കാണേണ്ടത്. സോ നമ്മൾ പല കാര്യങ്ങൾ ഇവിടെ മനസ്സിലാക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 3 ആൾ പാരലൽ, സമാന്തരമാണ്. സോ ഒരു സമാന്തര വരക്കിടയിൽ 2 വരകൾ എങ്ങനെയൊക്കെ വരച്ചു കഴിഞ്ഞാലും ഇവരുടെ റേഷ്യോ സെയിം ആയിരിക്കും. അതായത് ഈ പീസും തമ്മിലുള്ള അതേ റേഷ്യോ ആയിരിക്കും ഈ പീസും തമ്മിലുണ്ടാവുക. അങ്ങനെയെങ്കിൽ നോക്കൂ, ഈ പീസും തമ്മിലുള്ള കണക്ഷനാണ് ഈ പീസും തമ്മിൽ ഉണ്ടാവുക. ഓക്കെ, റെഡി. ഇനി ഈ റേഷ്യോ നമ്മൾക്ക് പല രീതിയിൽ പറയാം. ഒന്നെങ്കിൽ നമുക്ക് പറയാം ഇത് ബൈ ഇത് ഈക്വൽ ടു ഇത് ബൈ ഇത്, അങ്ങനെ പറയാം. അല്ലെങ്കിൽ എങ്ങനെ പറയാൻ പറ്റും? ഇത് ബൈ ഇത് ഈക്വൽ ടു ഇത് ബൈ ഇത് എന്ന് പറയാൻ പറ്റും. അല്ലെങ്കിൽ എങ്ങനെ പറയാൻ പറ്റും? ഈ ചെറിയ പീസ് ബൈ ഈ ടോട്ടൽ പീസ് ഈക്വൽ ടു ഈ ചെറിയ പീസ് ബൈ ഈ ടോട്ടൽ പീസ്, അങ്ങനെയൊക്കെ പറയാൻ പറ്റും അല്ലേ. ഈ എല്ലാ രീതിയിലും പറയാൻ പറ്റും. അപ്പോൾ ഇതിൽ ഏത് രീതിയിൽ പറഞ്ഞാലാണ് നമുക്ക് ആൻസർ കിട്ടുക എന്ന് എങ്ങനെയാ സാറേ മനസ്സിലാക്കുക? അപ്പം നമുക്ക് എന്താ വേണ്ടതെന്ന് നോക്കുക. നമുക്ക് വേണ്ടത് സാറേ QR ആണ്.
ആൻഡ് ഈ സൈഡിൽ എന്താ തന്നതെന്ന് നോക്കുക. സാറേ തന്നത് എന്താ? പി ആർ. സോ ക്യു ആറും പി ആറും തമ്മിലുള്ള റേഷ്യോ ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. നമുക്ക് മനസ്സിലായി, അത്രയേ ഉള്ളൂ, സിമ്പിൾ. സോ ക്യു ആറും പി ആറും തമ്മിലുള്ള റേഷ്യോ എങ്ങനെയാണ് എഴുതുന്നത്? ക്യു ആർ ബൈ പി ആർ. അത് എന്തിന് ഈക്വൽ ആയിരിക്കും? അതുപോലെ തന്നെ ഈ സൈഡിലും എടുക്കുക. എന്ത്? ബി സി ബൈ ഈ ടോട്ടൽ അല്ലേ? ഇവിടെ ഇത് ബൈ ടോട്ടൽ എടുത്ത്, അതുപോലെ ഇത് ഇവിടെ എന്താ? ബി സി ബൈ ടോട്ടൽ എന്താ? എ സി. ബി സി ബൈ എ സി. ഇനി നിങ്ങളൊന്ന് നോക്കൂ, ആ വാല്യൂസ് കൊടുത്താൽ പോരെ? ക്യു ആർ നമുക്ക് കാണണം, അറിയൂല. പി ആർ എത്രയാണ്? പി ആർ 10 സോ 10 ഈക്വൽ ടു ബി സി എത്രയാണ്? ബി സി 3 എ സി എത്രയാണ്? സാറേ എ സി 2 എന്ന് എഴുതരുത്, എ സി ടോട്ടലാ 2 + 3 5 ആണ്. ഓക്കെ ആണല്ലോ. സോ ഇനി ക്യു ആർ കാണണമെങ്കിൽ ഈ 10 അങ്ങോട്ട് പോയാൽ പോരെ? ക്യു ആർ കാണണമെങ്കിൽ ഈ 10 അങ്ങോട്ട് പോയാൽ പോരെ? അപ്പോൾ ഈ 10 അങ്ങോട്ട് പോട്ടെ. അപ്പോൾ എനിക്ക് കിട്ടും ക്യു ആർ ഈക്വൽ ടു 3/5 ഇവിടെ ഉണ്ട് ഇൻറ്റു 10 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? 3 × 10 30/5 എത്രയാണ്? 6 സെൻറ്റിമീറ്റർ. എത്ര സിമ്പിളായിട്ട് നമുക്ക് കിട്ടിയെന്ന് നോക്കൂ. ഇതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്താണ്? 3 അതിലധികമോ പാരലൽ ലൈൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ വരകൾ നമ്മൾ എങ്ങനെ വരച്ചാലും അതിൻ്റെ അംശബന്ധം സെയിം ആയിരിക്കും. അത് നമുക്ക് എങ്ങനെയൊക്കെ പറയാം? ഈ ബി സിയും എ ബിയും തമ്മിലുള്ള അംശബന്ധം തന്നെയാണ് ഈ ക്യു ആറും അതുപോലെ തന്നെ പി ക്യൂവും തമ്മിൽ എന്ന് പറയാം. അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ പറഞ്ഞ പോണെ ഈ ചെറിയ പീസും ഈ ടോട്ടൽ പീസും തമ്മിലുള്ള റേഷ്യോ ആണ് ഇവർ തമ്മിൽ എന്ന് പറയാം. അതെങ്ങനെ എഴുതുക? ഇത് എഴുതിയില്ലേ? ക്യു ആർ ബൈ പി ആർ ഈക്വൽ ടു ക്യു ആർ ബൈ പി ആർ ഈക്വൽ ടു ബി സി ബൈ എ സി. ഇങ്ങനെ എല്ലാ രീതിയിൽ നമുക്ക് പറയാം. സോ നമ്മൾക്ക് ഏതാ വേണ്ടതെന്ന് അറിയണമെങ്കിൽ നമ്മൾക്ക് എന്താ വേണ്ടിയെന്ന് നോക്കുക, ആൻഡ് ആ സൈഡിൽ എന്താ തന്നെന്ന് നോക്കുക. സോ അത് തമ്മിലുള്ള റേഷ്യോ നമ്മൾ യൂസ് ചെയ്യുക. ചിലപ്പോൾ നമുക്ക് ഇതായിരിക്കും വേണ്ടത്, ഈ സൈഡിൽ തന്നത് ഇതായിരിക്കും 3 എന്ന്. അപ്പോൾ നമ്മൾ എന്താ ഉപയോഗിക്കേണ്ടത്? പി ക്യൂ ബൈ ക്യൂ പി ഈക്വൽ ടു ബി സി ബൈ എ ബി. ഓക്കെ ആണല്ലോ സാർ? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞങ്ങൾക്ക് ഇനി ഒരിക്കലും തെറ്റാൻ പോകുന്നില്ല. അങ്ങനെയെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ വരുമ്പോൾ ട്രയാങ്കിളുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം വരും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളുടെ കയ്യിൽ ഒരു ത്രികോണം ഉണ്ടെന്ന് വിചാരിക്കുക. ആ ത്രികോണത്തിൻ്റെ ഒരു വശത്തിന് സമാന്തരമായി ഒരു വര വരച്ച് കഴിഞ്ഞാൽ ഈ ത്രികോണം ഉണ്ട്, ഈ ത്രികോണത്തിൻ്റെ ഒരു വശമാണിത്, ഇതിന് സമാന്തരം പാരലലായിട്ടാണ് ഈ വര. അങ്ങനെയെങ്കിൽ ഈ വര ത്രികോണത്തിൻ്റെ മറ്റ് 2 വശങ്ങളെ ഒരേ റേഷ്യോയിൽ കട്ട് ചെയ്യും. നേരത്തെ പറഞ്ഞ മാതിരി തന്നെ എ പിയും പി ബിയും തമ്മിലുള്ള അതേ റേഷ്യോ ആയിരിക്കും എ ക്യൂവും ക്യൂ സിയും തമ്മിൽ. എ പി ബൈ പി ബി എന്താണോ അത് തന്നെ ആയിരിക്കും എ ക്യൂ ബൈ ക്യൂ സി എന്ന് പറയുന്നത്. ഇനി ഈ ഒരു രീതിയിൽ മാത്രമാണോ നമുക്ക് പറയാൻ പറ്റുക? അല്ല, എ പിയും എ ബിയും തമ്മിലുള്ള കണക്ഷനാണ് എ ക്യൂവും എ സിയും തമ്മിൽ. അതായത് എ പി ബൈ എ ബി ഈക്വൽ ടു എ ക്യൂ ബൈ എ സി എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി അല്ലെങ്കിൽ എങ്ങനെ പറയാൻ പറ്റും സാറേ? 2 സൈഡിലും ഒരേത് എടുത്താൽ മതി. ഇതാ ബി പി ബൈ ബി എ ഈക്വൽ ടു സി ക്യൂ ബൈ സി എ, ഇങ്ങനെയൊക്കെ പറയാം. ഇവിടെ ഏത് സ്റ്റൈലിലാണോ എടുക്കുന്നത് അതേ സ്റ്റൈലിൽ എടുത്താൽ മതി. ഇവിടെ ഇത് ബൈ ഇതാണ് എടുക്കുന്നതെങ്കിൽ ഇപ്പുറത്തെ സൈഡിൽ ഇത് ബൈ ഇത് എന്ന് എടുക്കണം. ഓക്കെ, റെഡി സാർ? അങ്ങനെയെങ്കിൽ എന്താണ്? എ പി 2 ആണ്, പി ബി 4 ആണ്, എ സി 9 ആണ്. ഇവിടെ ഈ ടോട്ടലാണ് നമുക്ക് തന്നത് എത്രയാണ്? 9 എന്ന്. അങ്ങനെയെങ്കിൽ എ പിയും പി ബിയും തമ്മിലുള്ള റേഷ്യോ ആ ചോദിച്ചത്. സാർ ഇത് 2 ആണ്, ഇത് 4 ആണ്. റേഷ്യോ എന്താ? 2:4 ആണ് അല്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചെറുതാക്കിയാൽ ഇതിനെ 2നെയും 2 കൊണ്ട് കട്ട് ചെയ്യല്ലേ? 1:2 കിട്ടിക്കഴിഞ്ഞു. 1:2. ഓക്കെ, കാൽക്കുലേറ്റ് എ ക്യൂ കാണണം. സോ എന്താ നമുക്ക് കാണേണ്ടത്? നല്ലോണം നോക്കൂ. ഇതാണ് നമുക്ക് കാണേണ്ടത്. ഈ സൈഡിൽ നമുക്ക് അറിയുന്ന ആരാ? ഈ ടോട്ടൽ. സോ ഏത് റേഷ്യോ മുത്തൂസ ഉപയോഗിക്കേണ്ടത്? എ ക്യൂ ബൈ എ സി അതല്ലേ ഉപയോഗിക്കേണ്ടത്? എ ക്യൂ ബൈ എ സി അതല്ലേ ഉപയോഗിക്കേണ്ടത്? ക്ലിയർ അല്ലേ? ഇത് കാണണം, ഇതറിയാം. സോ ഉപയോഗിക്കേണ്ടത് എ ക്യൂവും ഇതും തമ്മിലുള്ളതാണ്. സോ എ ക്യൂ ബൈ എ സി ഞാൻ ചെയ്ത് നോക്കട്ടെ. എ ക്യൂ ബൈ എ സി ഈക്വൽ ടു, ഇവിടെ ഈ ചെറുത് ഈ ടോട്ടൽ അങ്ങനല്ലേ എടുത്ത്, ഇവിടെ അങ്ങനെ എടുത്തോ. എ പി ഈ ടോട്ടൽ എ ബി, എ പി ബൈ എ ബി. ഓക്കെ ആണല്ലോ? ഓക്കെ, ശരി. ഇനി നമുക്ക് അറിയുന്ന വാല്യൂസ് ഒക്കെ കൊടുത്തു നോക്കൂ. എ ക്യൂ ബൈ എ സി എത്രയാടാ? 9 ഈക്വൽ ടു എ പി എത്ര? 2 ബൈ എ ബി എത്ര? തെറ്റിക്കരുത്, ഇത് പി ബി ആണ് 4. നമുക്ക് വേണ്ടത് എ ബി ആണ്. 2ഉം 4ഉം 6 ആണ്. ഓക്കെ, സോ എനിക്ക് എ ക്യൂ എത്ര കിട്ടും? 2/6 ഇവിടെ തന്നെ ഉണ്ട്. ബൈ 9 ഇങ്ങോട്ട് വരുമ്പോൾ ഇൻറ്റു 9 എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 × 9 18/6 എത്രയാണ്? 3 സെൻറ്റിമീറ്റർ. എടാ ഇത്രയേ ഉള്ളൂടാ, സിമ്പിൾ. ഈ ചാപ്റ്ററിന്റെ 40% കഴിഞ്ഞു. സോ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ഡ്രോ എ റെക്റ്റാങ്കിൾ. ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കണം. അതിന്റെ പെരിമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുറ്റിലുള്ള അളവ് എത്രയാവണം? 16 ആവണം. ആൻഡ് സൈഡ്സ് തമ്മിലുള്ള റേഷ്യോ 4:3 ആവണം. ഓക്കെ, അതെങ്ങനെ വരയ്ക്കും? അപ്പോൾ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ റെക്റ്റാങ്കിളും വരയ്ക്കാനുണ്ടാവും, ട്രയാങ്കിളും വരയ്ക്കാനുണ്ടാവും.
അപ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ റെക്റ്റാങ്കിൾ വരയ്ക്കുമ്പോൾ എത്രയാണോ പെരിമീറ്റർ പറയുന്നത് അതിൻ്റെ ഹാഫ് പകുതി ഉള്ള ലൈനാണ് നമ്മൾ ആദ്യം വരയ്ക്കേണ്ടത്. ഓക്കെ, സോ ഇവിടെ 16 പെരിമീറ്റർ. അങ്ങനെയെങ്കിൽ ഞാൻ അതിൻ്റെ പകുതിയുള്ള 8 സെൻറ്റിമീറ്ററിൻ്റെ ലൈനാണ് ആദ്യം വരയ്ക്കേണ്ടത്. എല്ലാവർക്കും പറ്റുമല്ലോ. ഇനി ഈ 8 സെൻറ്റിമീറ്ററിൻ്റെ ലൈൻ്റെ മുകളിൽ എവിടെയെങ്കിലും ഞാൻ മുറിക്കും. എന്നിട്ട് ഈ പീസാണ് ഞാൻ ലെങ്ത്ത് ആക്കി ഇത് ബ്രെഡ്ത്ത് നീളവും വീതിയും ആക്കിയിട്ട് എടുക്കുക. ഓക്കെ സാർ, നീളവും വീതിയും തമ്മിലുള്ള റേഷ്യോ 4:3 അല്ലേ? സോ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പീസുകൾ തമ്മിലുള്ള റേഷ്യോ 4:3 ആവണം. ഓക്കെ, ചുരുക്കി പറഞ്ഞാൽ ഈ 8 സെൻറ്റിമീറ്ററിൻ്റെ ലൈൻ 4:3 കട്ട് ചെയ്യണം. 8 സെൻറ്റിമീറ്ററിൻ്റെ ലൈൻ 4:3 കട്ട് ചെയ്യാൻ പറ്റൂല സാറേ. പകരം 4:3 സിംപ്ലി കട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ലൈൻ ഉണ്ട്. 4 + 3 7 സെൻറ്റിമീറ്റർ വരച്ചു കഴിഞ്ഞാൽ അത് സിംപ്ലി കട്ട് ചെയ്യാം. സോ നിങ്ങൾ സ്കെയിലും പെൻസിലും ഉപയോഗിച്ച് ഇവിടെ നിന്ന് ഇങ്ങോട്ട് കറക്റ്റ് 7 സെൻറ്റിമീറ്റർ വരയ്ക്കുന്നു. ഇനി ഇതെങ്ങനെ 4:3 കട്ട് ചെയ്യുക? സ്കെയിൽ എടുക്കുന്നു, കറക്റ്റ് 4 സെൻറ്റിമീറ്റർ. ആഹാ, ബാക്കി എത്ര? 3 സെൻറ്റിമീറ്റർ. കട്ട് ചെയ്തു സാർ. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി ഒന്നും ചെയ്യേണ്ട, ഇവിടുന്ന് ഇങ്ങോട്ട് കണക്ട് ചെയ്യാം. ഓക്കെ, ഇനിയോ സാറേ ഇതിന് സമാന്തരം പാരലായിട്ട് ഇവിടെ വരയ്ക്കണം. അതെങ്ങനെ സാറേ പാരലായിട്ട് വരയ്ക്കുക? അത് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ പ്രൊട്രാക്ടർ ഇവിടെ ഇങ്ങനെ കറക്റ്റ് വെക്കുക. എന്നിട്ട് നിങ്ങളുടെ സ്കെയിൽ ഇവിടെ എങ്ങനെയും വെക്കുക. എന്നിട്ട് നിങ്ങൾ ഇതിങ്ങനെ നീക്കി കൊണ്ടുപോവുക. ഓക്കെ, സ്ഥലം തീർന്നാൽ അവിടെ പ്രൊട്രാക്ടർ നിർത്തുക, പിന്നെ സ്കെയിൽ ഇങ്ങോട്ട് കൊണ്ടുവരിക. ഇങ്ങനെ നീക്കിയിട്ട് പ്രൊട്രാക്ടർ ഇവിടെ തൊടുന്നവരെ കൊണ്ടുവരിക. എന്നിട്ട് ആ തൊടുന്ന പോയിന്റിൽ എവിടെയെങ്കിലും തൊട്ടിട്ടേക്കുക. എന്നിട്ട് ഇതിലെങ്ങനെ അങ്ങ് വരച്ചാൽ മതി. ഇനി നിങ്ങൾ അത്ര കഷ്ടപ്പെടണമെന്നില്ല. നിങ്ങൾ ഏകദേശം ഇതിനൊന്ന് ടീച്ചർക്ക് ഇത് ഓക്കെ ആണെന്ന് തോന്നുന്ന രീതിക്ക് എന്ത് ചെയ്താൽ മതി? ഒന്ന് പാരലായി വരച്ചാൽ മതി. സോ ചുരുക്കി പറഞ്ഞാൽ ഇവിടെ വന്നത് ഒരു ട്രയാങ്കിൾ, അതിൻ്റെ ഒരു സൈഡിന് പാരലായിട്ടുള്ള ഒരു ലൈൻ. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഒരു ട്രയാങ്കിളിൻ്റെ ഒരു സൈഡിന് പാരലായി വരയ്ക്കുന്ന ലൈൻ മറ്റ് 2 സൈഡിനെയും ഒരേ റേഷ്യോയിൽ കട്ട് ചെയ്യും. സോ ഈ റോസ് സൈഡിനെ കട്ട് ചെയ്ത റേഷ്യോയിൽ തന്നെ ഈ മഞ്ഞ സൈഡിനെയും കട്ട് ചെയ്യും. ഇവിടെ 4:3 അല്ലേ? അങ്ങനെയെങ്കിൽ ഉറപ്പായിട്ടും ഈ മഞ്ഞയെയും 4:3 കട്ട് ചെയ്തിട്ടുണ്ടാവില്ലേ? അയ്യവ, 8 സെൻറ്റിമീറ്ററിനെ 4:3 കട്ട് ചെയ്ത് കഴിഞ്ഞു സാറേ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്താണ് ആ പ്രശ്നം? സാറേ ഇതാണ് ലെങ്ത്ത്, ഇതാണ് ബ്രെഡ്ത്ത് സാർ പറഞ്ഞു. ലെങ്ത്തും ബ്രെഡ്ത്തും ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ റെക്റ്റാങ്കിൾ ആകുമോ? ഇല്ല. ഇത് ലെങ്ത്ത് ആണെങ്കിൽ ഈ ലെങ്ത്തിൻ്റെ 2 സൈഡും താഴോട്ട് ഇങ്ങനെ ബ്രെഡ്ത്ത് വരണം, ഇങ്ങനെ വീണ്ടും ലെങ്ത്ത്. എന്നാലേ ഇത് റെക്റ്റാങ്കിൾ ആവൂലേ? ട്രയാങ്കിൾ അല്ല, റെക്റ്റാങ്കിൾ ആവും. ഓക്കെ, സോ ഈ സൈഡ് ഇവിടുന്ന് ഇവിടം വരെയുള്ള ഈ സൈഡാണ് എൻ്റെ ബ്രെഡ്ത്ത്. അതിങ്ങനെ താഴോട്ട് വരണം 2 സൈഡിനും. അത് ഞാൻ എന്താ ചെയ്യുക? കോമ്പസ് എടുക്കുന്നു, ഒരു മൂല ഇവിടെ വെക്കുന്നു, മറ്റേത് ഇവിടെ വെക്കുന്നു. സോ ഈ അളവ് എനിക്ക് കിട്ടിയില്ലേ? ഇനി ഞാൻ ഇവിടെ വെച്ച് ഇങ്ങോട്ടൊരു ആർക്ക് ചാപം വരയ്ക്കുന്നു, ഇവിടെ വെച്ച് ഇങ്ങോട്ടൊരു ആർക്ക് അല്ലെങ്കിൽ ചാപം വരയ്ക്കുന്നു. ഓക്കെ ആണല്ലോ? ഓക്കെ സാർ, ഇതുവരെ വളരെ വളരെ ശരിയാണ്. ഇനി ഈ പോയിന്റിൽ നിന്ന് കറക്റ്റ് 90 ഇങ്ങോട്ട് വരയ്ക്കുന്നു. ഓക്കെ, ഈ പോയിന്റിൽ നിന്നും കറക്റ്റ് 90 ഡിഗ്രിയിൽ താഴോട്ട് വരയ്ക്കുന്നു. അതെങ്ങനെ? അത് നിങ്ങൾ സ്കെയിൽ വെച്ച് 90 ഏകദേശം കുത്തനെ വരുന്ന രീതിക്ക് അങ്ങ് വരച്ചാൽ മതി. സോ ഇത് അളന്നിട്ടാണ് ആർക്ക് വരച്ചത്. സോ ഇതേ അളവാണ് ഈ സൈഡും കിട്ടിയത്. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് കൂട്ടിമുട്ടിച്ച് കഴിഞ്ഞാൽ സ്വാദിഷ്ടമായ നമ്മളുടെ എന്തായി? റെക്റ്റാങ്കിളായി. ഇത് ഏത് അളവിലും ഇനി ചെയ്യാലോ. എത്രയാണോ പെരിമീറ്റർ തരുന്നത് അതിൻ്റെ പകുതിയുള്ള ലൈൻ ആദ്യം വരയ്ക്കുക. ഏതാണോ റേഷ്യോ അത് തമ്മിൽ കൂട്ടിയിട്ടുള്ള ലൈൻ ഇങ്ങോട്ട് വരയ്ക്കുക. ആൻഡ് ആ റേഷ്യോകൾ തമ്മിൽ ഇവിടെ മാർക്ക് ചെയ്യുന്നു, കട്ട് ചെയ്യുന്നു. ഇതാണ് ലെങ്ത്ത്, ഇതാണ് ബ്രെഡ്ത്ത്. ഇതാണെന്ന് ഇങ്ങോട്ടും വരയ്ക്കുക കോമ്പസിൽ. സിമ്പിൾ, ഉറപ്പായിട്ടും ചോദിക്കും. ആൻഡ് ഇനി നമുക്ക് വേണ്ടത് ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് പെരിമീറ്റർ 13 സെൻറ്റിമീറ്റർ. അതായത് 13 സെൻറ്റിമീറ്റർ പെരിമീറ്റർ ഉള്ള ഒരു ത്രികോണം വരയ്ക്കണം. സൈഡുകളുടെ റേഷ്യോ 2:3:4. നേരത്തെ ഞാൻ പറഞ്ഞു റെക്റ്റാങ്കിൾ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? റെക്റ്റാങ്കിൾ ആയിക്കഴിഞ്ഞാൽ പെരിമീറ്ററിൻ്റെ പകുതി എടുക്കണമെന്ന് പറഞ്ഞു അല്ലേ? 16 പറഞ്ഞു, 8 എടുത്തു. പക്ഷെ ഇവിടെ എത്രയാണോ പറയുന്നത് അതിൽ നിന്ന് നമ്മൾ ഇസ്കാൻ നിൽക്കണ്ട. ഇസ്ക് ഹൈലേ എത്ര പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഴുവൻ കൊടുത്തോ. 13 എന്നാണ് പറഞ്ഞത്. സോ ആദ്യം ഞാൻ എന്ത് വരയ്ക്കും? ഒരു 13 സെൻറ്റിമീറ്ററിൻ്റെ ലൈൻ വരയ്ക്കും. നേരത്തെ ആദ്യം വരച്ച ലൈൻ്റെ മുകളിൽ നിന്നായിരുന്നു നമ്മൾ ലെങ്ത്തും ബ്രെഡ്ത്തും എടുത്തത് അല്ലേ? അതുപോലെ ഇനി ഈ ലൈനിൻ്റെ മുകളിൽ നിന്നാണ് നമ്മൾ എന്തെടുക്കുന്നത്? ട്രയാങ്കിളിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും ആണോ അടി? ട്രയാങ്കിളിന് 3 സൈഡ്സ് അല്ലേ ഉള്ളത്. സോ ഇതിൻ്റെ മുകളിൽ നിന്നാണ് ഞാൻ ട്രയാങ്കിളിൻ്റെ 3 സൈഡ്സും എടുക്കുന്നത്. ഓക്കെ, സോ ഞാൻ ഇതിൻ്റെ എവിടെയെങ്കിലും 2 കട്ടിടും. അപ്പോൾ ഇത് 3 പീസാവും. ഇതാണ് എൻ്റെ ട്രയാങ്കിളിൻ്റെ സൈഡ്സ്. അങ്ങനെയെങ്കിൽ ആ പീസുകൾ തമ്മിൽ ഏതാ റേഷ്യോ വേണ്ടി? 2:3:4 വരണം അല്ലേ? ഇത് 3 ഉപയോഗിച്ചാണ് ഞാൻ ട്രയാങ്കിൾ ഉണ്ടാക്കുന്നതെങ്കിൽ, ഇതാണ് എൻ്റെ 3 വശങ്ങളെങ്കിൽ ഈ പീസുകൾ തമ്മിലുള്ള റേഷ്യോ 2:3:4 ആവണം. കാരണം എൻ്റെ ട്രയാങ്കിളിൻ്റെ സൈഡ്സ് തമ്മിലുള്ള റേഷ്യോ 2:3:4 ആ.
സോ ചുരുക്കി പറഞ്ഞ 13 സെൻറ്റിമീറ്ററിൻ്റെ ഈ ലൈനിനെ ഞാൻ 2:3:4 കട്ട് ചെയ്യണം, വിച്ച് ഈസ് നോട്ട് പോസിബിൾ. ബട്ട് 2:3:4 കട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ലൈൻ ഉണ്ട്. അതാരാണ്? 2:3:4 സിമ്പിളി കട്ട് ചെയ്യാൻ പറ്റിയ ആരെയാണ്? ഇവരെ തമ്മിൽ ആഡ് ചെയ്യുക. 2 + 3 5, 5 + 4 9 ആണ്. ആൻഡ് 9 സെൻറ്റിമീറ്ററിൻ്റെ ഒരു ലൈൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കുക. ഓക്കെ ആണല്ലോ? 9 സെൻറ്റിമീറ്റർ. ഇനി സ്കെയിലിൽ നിങ്ങൾ എന്താണ്? 2 സെൻറ്റിമീറ്റർ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് 3 സെൻറ്റിമീറ്റർ, 4 സെൻറ്റിമീറ്റർ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാർക്ക് ചെയ്യാം. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? സാറേ പാരലൽ ലൈൻസ് വരയ്ക്കുക. അതെങ്ങനെയാണ്? നേരത്തെ പറഞ്ഞ പോണം തന്നെ. ആദ്യം ഈ എൻഡുകൾ തമ്മിൽ കൂട്ടിമുട്ടിക്കുന്നു, ഇതിന് പാരലൽ സമാന്തരമായി ഇതിലൂടെ വരയ്ക്കുന്നു, ഇതിന് പാരലൽ സമാന്തരമായി ഇതിലൂടെയും നമ്മൾ വരയ്ക്കുന്നു. സോ ഉറപ്പായിട്ടും ഇവിടെ ഉള്ള റേഷ്യോ തന്നെ ആയിരിക്കും ഇവിടെയും ഉണ്ടാവുക. സോ ഇവിടെ 2:3:4 ആണെങ്കിൽ ഇവിടെയും 2:3:4. സോ സ്വാദിഷ്ടമായ ട്രയാങ്കിൾ ത്രികോണത്തിൻ്റെ വശങ്ങൾ റെഡി. പക്ഷേ അക്കരെ ഇക്കരെ നിന്നാൽ എങ്ങനെ ആശ തീരും? ഈ ട്രയാങ്കിളിൻ്റെ സൈഡ്സ് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ആശ തീരില്ല, ട്രയാങ്കിൾ ആവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഈ ട്രയാങ്കിളിൻ്റെ നടുവിലത്തെ സൈഡ് ഞാൻ ഇവിടെ തന്നെ അങ്ങ് വെച്ചു. ഓക്കെ, എൻ്റെ ഒരു ബുദ്ധിയാണേ. ശരി, ഇനി എന്താ ചെയ്യുന്നത്? ഇനി എനിക്ക് ശരിക്കും ഈ സൈഡ് പൊട്ടിച്ചിട്ട് ഇങ്ങോട്ട് അങ്ങ് വരയ്ക്കണം, ഈ സൈഡ് പൊട്ടിച്ചിട്ട് ഇങ്ങോട്ടും. അപ്പോൾ ഇതൊരു ട്രയാങ്കിൾ ആവും അല്ലേ? ഓക്കെ, സോ ഞാൻ ഈ സൈഡിൻ്റെ അളവ് എടുക്കുന്നു കോമ്പസിൽ, എന്നിട്ട് ഞാൻ ഇങ്ങനെ ഒരു ആർക്ക് ചാപം വരയ്ക്കുന്നു. അടുത്തതായി ഞാൻ എന്ത് ചെയ്യുന്നു? ഈ സൈഡിൻ്റെ അളവ് എടുക്കുന്നു. ഓക്കെ, ഈ സൈഡിൻ്റെ അളവ് എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു? ഇങ്ങനെ ഒരു ആർക്ക് അല്ലെങ്കിൽ ചാപം വരച്ചു. ഓക്കെ, ഇനി ഈ സൈഡിൻ്റെ അളവ് ഞാൻ എടുത്തിട്ട് ഇവിടുന്ന് ഈ സൈഡിൻ്റെ അളവ് ഞാൻ എടുക്കുന്നു, ആൻഡ് ഈ പോയിന്റിൽ തന്നെ ഞാൻ ഇങ്ങനെ ആർക്ക് ചാപം വരയ്ക്കുന്നു. ഇനി ഇത് രണ്ടും കൂടി കൂട്ടിമുട്ടിയോ കിട്ടുണ്ണേട്ടാ? കൂട്ടിമുട്ടി സാർ. ഈ കൂട്ടിമുട്ടിയ പോയിന്റിൽ നിന്ന് നമ്മളുടെ ഇതാണല്ലേ നിലനിർത്തിയ വശം, ഇതൊരു വശമാണ്. ആൻഡ് ഇത് പൊട്ടിച്ചിട്ടാണ് ഇങ്ങോട്ട് വരയ്ക്കാൻ പോകുന്നത്. ഇത് അളവെടുത്തിട്ടാണ് ഞാൻ ഇവിടെ ആർക്ക് വരച്ചത്. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലെങ്ത് തന്നെയല്ലേ ഇതുണ്ടാകുക. കാരണം എന്താ? ഇത് അളന്നിട്ടാണ് ഞാൻ ഈ ചാപം വരച്ചത് അല്ലേ? ഓക്കെ, സോ എനിക്കത് കിട്ടി. ഇനി ഈ ലെങ്ത്ത് പൊട്ടിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരയ്ക്കുന്നത്. അതായത് ഇത് അളന്നിട്ടാണ് ഞാൻ ഇവിടെ വെച്ച് ആർക്ക് വരച്ചത്. സോ ഇവിടുന്ന് ഇങ്ങോട്ടോ 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 ഈ ആർക്കിൻ്റെ മുകളിലേക്ക് എങ്ങോട്ട് വരച്ചാലും ഈ ലെങ്ത് തന്നെ ഉണ്ടാകുക. സോ ഞാൻ എന്ത് ചെയ്യുന്നു? ഇവിടുന്ന് ഇങ്ങോട്ട് വരയ്ക്കുന്നു. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു ട്രയാങ്കിൾ കിട്ടിയില്ലേ? ഇതാണ് നമുക്ക് ആവശ്യമുള്ള ട്രയാങ്കിൾ. ഇതിൻ്റെ ചുറ്റളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? നോക്കൂ നിങ്ങൾ, ഈ ടോട്ടൽ ലൈനിൻ്റെ ലെങ്ത് തന്നെയല്ലേ ഉണ്ടാവുക. അതെങ്ങനെ സാറേ? ഈ നടുവിലുള്ള ഇവിടെ തന്നെ ഉണ്ട്, ഇതാണ് ഇത്, ഇതാണ് ഇത്. സോ ഈ ഫുള്ളുള്ളതാണ് ഈ ചുറ്റിലുള്ളത്. അതായത് ഈ ലെങ്ത്താണ് 13 ഇതിൻ്റെ പെരിമീറ്റർ. ഓക്കെ, ആൻഡ് ഈ സൈഡ്സ് തമ്മിൽ 2, 3, 4 ആണ് റേഷ്യോ കിട്ടിയത്. ഇതാണ് ഇവിടെയുള്ളത്, ഇതാണ് ഇവിടെയുള്ളത്. സോ നമ്മുടെ ട്രയാങ്കിളിൻ്റെ സൈഡ്സ് തമ്മിൽ 2:3:4 ആണ് റേഷ്യോ. കണ്ടോ? ഇത്ര സിമ്പിളാണ് ഈ ചാപ്റ്ററൊക്കെ. ഇതുപോലെ നമുക്ക് എല്ലാ ചാപ്റ്ററും പഠിക്കാൻ പറ്റും. ഈ ചാപ്റ്ററിലെ ഇനി ഒരുവിധ പ്രോബ്ലംസ് ഒന്നും നിങ്ങളെ ലോക്കാക്കൂല, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ. സോ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ഓർക്കേണ്ടത് നമ്മൾ വില്ലിങ് ആകുക എന്നുള്ളതാണ്. ഏതൊരു സാഹചര്യത്തിലും ഫോക്കസ് വിടാണ്ട് വർക്ക് ചെയ്യാൻ, ഹാർഡ് വർക്ക് ചെയ്യാൻ, ഡ്രീമിന് വേണ്ടി പോരാടാൻ, എന്ത് പ്രതിസന്ധി ആണെങ്കിലും, എന്ത് പ്രശ്നങ്ങളാണെങ്കിലും, എന്ത് ബാധ്യതകളാണെങ്കിലും, മൈൻഡിനെ അലട്ടുന്ന എന്ത് തേങ്ങയാണെങ്കിലും ശരി, ഒക്കെ മാറ്റിവെച്ച് നമ്മൾ വർക്ക് ചെയ്യാൻ റെഡിയാണെങ്കിൽ നമ്മൾ വിജയിക്കും. അതാണ് വിരാട് കോഹ്ലി തെളിയിച്ചിട്ടുള്ളത്. സോ അടുത്ത ക്ലാസ് കാണാം. ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു? ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. സി യു, ബൈ.